ഹയോ എല്ലാവർക്കും നമസ്കാരം. iPlus ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSEB നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വന്നു. അതിൽ തന്നെ ഒരുപാട് കുട്ടികൾ നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, സാറേ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? കാരണം പല രീതിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ക്ലറിക്കൽ പോസ്റ്റിലേക്ക് ആണെങ്കിൽ 3 നോട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട് അല്ലേ? ഇപ്പോൾ അതിന്റെ പരീക്ഷകൾ എങ്ങനെയൊക്കെയാണ്, സിലബസിന് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, പരീക്ഷ എങ്ങനെ ടൈറ്റ് ആണോ, ഓരോ പോസ്റ്റ് അനുസൃതമായിട്ട് പരീക്ഷയുടെ കാഠിന്യം കൂടുവോ കുറയുമോ എന്നൊക്കെ ഒരു ഡൗട്ട് കുട്ടികളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെയുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ആ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള വളരെ വിശദമായിട്ട് നമുക്കത് പരിശോധിക്കാം. എന്തൊക്കെയാണ് അവർ ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം അല്ലേ? നമ്മൾ ആദ്യം മനസ്സിലാക്കുക, എത്ര പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സെക്രട്ടറി പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നമ്പർ 13/2025 ഒരു വേക്കൻസിയാണ് നമുക്ക് സെക്രട്ടറി പോസ്റ്റിലേക്ക് ഉള്ളത്. ഇനിയും അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് നമുക്ക് 12 വേക്കൻസീസ് ഉണ്ട്. 14/2025 ആണ് അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്പർ ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ജൂനിയർ ക്ലർക്ക്, അതിൽ സൂപ്പർ ഗ്രേഡിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു. ഏതാണ് 15/2025 നമ്പറിൽ 57 വേക്കൻസീസ് ഉണ്ട്. ഇനി സ്പെഷ്യൽ ഗ്രേഡ് ടു ക്ലാസ് 1 അല്ലെ, ക്ലാസ് 1ഉം സ്പെഷ്യൽ ഗ്രേഡും കൂട്ടി 150 വേക്കൻസീസ് ഉണ്ട്. നോട്ടിഫിക്കേഷൻ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യുക 16/2025. ഇനി ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെ ഉള്ള നോട്ടിഫിക്കേഷൻ നമ്പർ 17/2025. 21 വേക്കൻസീസ് ആണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നും ജസ്റ്റ് നോക്കി പോകണം. ഇതൊക്കെ ഏകദേശം സെയിം സിലബസ് തന്നെ ഉള്ളൂ. പക്ഷെ സെക്രട്ടറി പോസ്റ്റിലേക്കൊക്കെ എഴുതുമ്പോൾ നമുക്ക് അവിടെ എന്ത് വേണം, അവിടെ നമുക്ക് എക്സ്പീരിയൻസും കൂടെ വേണം. ഞാൻ ജസ്റ്റ് അതുകൊണ്ട് പറഞ്ഞേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. പിന്നെ വലിയ സാലറി ഇല്ല കേട്ടോ. ഒരു സാധാരണ സെക്രട്ടറിയുടെ പോസ്റ്റിലേക്കൊക്കെ നമുക്ക് കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു 80,000 രൂപയൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പോട്ടെ ഒരു 10-60 രൂപയെങ്കിലും സ്റ്റാർട്ടിങ് പ്രതീക്ഷിക്കാം. ഓരോ ബാങ്കിന് അനുസൃതമായിട്ടിരിക്കും. പക്ഷെ ഇവിടുത്തെ ഈ സെക്രട്ടറി പോസ്റ്റിന് സാലറി വളരെ കുറവാണ് കേട്ടോ. കൺസോളിഡേറ്റ് ആണ് അവിടെ വന്നിരുന്നത്. വളരെ കുറവാണ് ആ ഒരു സാലറി സ്കെയിൽ എന്ന് ഓർത്ത് വെച്ചത്. വളരെ കുറവാണ്. നമ്മൾ സാധാരണ പെർക്കിലിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ വളരെ കുറവാണ്. എങ്കിലും നമുക്ക് ജസ്റ്റ് നോക്കി പോവാം എന്തൊക്കെയാണ് അവിടെ പറയുന്നത് നോക്കാം. ഇപ്പൊ നമ്മുടെ വിജ്ഞാപനത്തിന്റെ നമ്പർ 13/2025 ആണ്. വിജ്ഞാപന തീയതി ഓർത്ത് വെച്ചേക്കുക 1/8/2025. അപേക്ഷ എന്താണ് ലഭിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് 31/8/2025 ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, താഴെ പറയുന്ന സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകർ ക്ഷണിക്കുന്നു. ഇപ്പൊ നിയമന രീതി എന്ന് പറഞ്ഞാൽ പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷ. ഒന്ന് നോട്ട് ചെയ്യണം, ഈ പരീക്ഷ എന്ന് ഓർക്കുക, ഇത് ഇവിടെ ഓൺലൈൻ പരീക്ഷയാണ്. സെക്രട്ടറിക്ക് വരുന്നത് ഓൺലൈൻ പരീക്ഷയാണ്. പിന്നെ അതായത് സംഘങ്ങൾ നടത്തുന്ന അഭിമുഖം, ഇന്റർവ്യൂവും കൂടെ കൂട്ടി ആണ് നമ്മൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിപ്പെടുക എന്ന് ഓർത്ത് വെച്ചേക്കുക. 100 മാർക്കിന്റെ പരീക്ഷയാണ്. ഞാൻ അധികം ഇതിലേക്ക് പോകുന്നില്ല. സെക്രട്ടറി പോസ്റ്റിനേക്കാൾ ഉപരിയായിട്ട് അസിസ്റ്റന്റ് സെക്രട്ടറിയും ജൂനിയർ ക്ലർക്കും പറയാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. 100 മാർക്കിനുള്ള പരീക്ഷയാണെന്ന് ഓർത്ത് വെച്ചാൽ 100 മാർക്കിനുള്ള പരീക്ഷയാണ്. ഓക്കെ, അതിൽ നിന്ന് മനസ്സിലാക്കുക 20 മാർക്കാണ് നമുക്ക് ഇന്റർവ്യൂവിന് വരുന്നത് കേട്ടോ. പരീക്ഷ 100 മാർക്കിനാണ്. 100 ചോദ്യം, 1 മാർക്കിന്റെ 100 ചോദ്യം, അങ്ങനെ 100 മാർക്കിനാണ് പരീക്ഷ എന്ന് ഓർത്ത് വെച്ചേക്കാം. ഇതിന്റെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ അപേക്ഷ സമർപ്പിക്കൽ പറഞ്ഞു നമുക്ക് എങ്ങനെയാണ് 1 ടൈം രജിസ്ട്രേഷനിൽ കൂടെ മാത്രമേ അങ്ങനെ ആ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ആ പ്രൊഫൈലിൽ കൂടെ മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ചു കേട്ടോ. അത് പറയുന്നുണ്ട്, ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലുകളിൽ ഓൺലൈനായിട്ട് പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിലൂടെ അല്ലെ www.cseb.kerala.gov.in ആണ് ആ സൈറ്റിൽ. അതിൽ കയറി നമ്മൾ എന്ത് ചെയ്യുക, ഓൾറെഡി 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് അവിടെ ഒരു പ്രൊഫൈൽ ഉണ്ടായിരിക്കും, അതിൽ കൂടെ അപ്ലൈ ചെയ്യുക. ഇനി അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ സെക്രട്ടറി പോസ്റ്റാണ്, ഒറ്റ പോസ്റ്റേ ഉള്ളൂ കേട്ടോ, ഒരു പോസ്റ്റേ ഉള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ യോഗ്യത പറയുന്നത് ഡിഗ്രി വിത്ത് HDC ആൻഡ് BA. അപ്പൊ ഇത് പറയാണ് എനി ഡിഗ്രി, ഏതെങ്കിലും ഡിഗ്രി പ്ലസ് HDC, അതിനോടൊപ്പം എന്താ പറയുക, സഹകരണ ബാങ്കില് അക്കൗണ്ടന്റ് പോസ്റ്റിലോ അതിൽ ഉയർന്ന പോസ്റ്റിലോ മിനിമം എത്രയാണ് 7 years എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഓർത്ത് വെച്ചേക്കുക. ഡിഗ്രി ഓരോ രീതി പറയണം. ഒന്നാമത് പറയണം നമുക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ, ഇനി ഡിഗ്രി പ്ലസ് HDC ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ എന്താണ് അക്കൗണ്ടന്റ്, സഹകരണ ബാങ്കിൽ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അതിൽ ഉയർന്ന പോസ്റ്റിൽ 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതാണ് ഒന്നാമത്തെ ഇത് പറയുക. ഇനി നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷനിൽ രണ്ടാമത് പറയാണ് BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഫ്രം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. അപ്പൊ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്
BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് യോഗ്യതയും അതോടൊപ്പം തന്നെ പറയുകയാണ് വിത്ത് 5 years എക്സ്പീരിയൻസ് ആസ് അക്കൗണ്ടന്റ് ഓർ എബോവ് ദാറ്റ് പോസ്റ്റ് ഇൻ എ കോപ്പറേറ്റീവ് ബാങ്ക്. കോപ്പറേറ്റീവ് ബാങ്കിൽ എന്താണ് പറയുക, അക്കൗണ്ടന്റോ അല്ലെങ്കിൽ അതിൽ ഉയർന്ന പോസ്റ്റിലോ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ പറയാണ് എനി ഡിഗ്രി വിത്ത് HDC ഓർ BM plus 7 years experience as accountant or above the post in a cooperative bank. അതാണ് ഒന്നാമത്തെ. അതില്ലെങ്കിൽ കേട്ടോ, ഒന്നെങ്കിൽ ആ യോഗ്യത ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഈ യോഗ്യത അപ്ലൈ ചെയ്യാം. അതായത് BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഫ്രം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വിത്ത് 5 years എക്സ്പീരിയൻസ് ആസ് അക്കൗണ്ടന്റ് ഓർ അബോവ് ദാറ്റ് പോസ്റ്റ് ഇൻ എ കോപ്പറേറ്റീവ് ബാങ്ക്. സഹകരണ ബാങ്കിൽ അക്കൗണ്ടന്റോ അതിൽ ഉയർന്ന പോസ്റ്റിലോ എന്താണ് 5 വർഷത്തെ എക്സ്പീരിയൻസ് പ്ലസ് BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിന് നമുക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മൂന്നാമത് പറയുന്നുണ്ട് മാസ്റ്റർ ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ദാറ്റ് മീൻസ് MBA. ഓക്കെ, MBAയോ അല്ലെങ്കിൽ MCOM ഫിനാൻസോ, MBA ഓർ MCOM ഫിനാൻസ് ആസ് ദ മെയിൻ സബ്ജക്ട് ഓർ ഓക്കെ, ഓർത്ത് വെച്ചേക്കുക. ഒന്നെങ്കിൽ MBA അല്ലെങ്കിൽ MCOM വിത്ത് ഫിനാൻസ് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഇൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ, അല്ലെ, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് വേണം. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് പ്ലസ് എത്രയാണ് പറയുക 3 years എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ് സെക്ടർ ആൻഡ് ഹാവിംഗ് കോപ്പറേറ്റീവ് ക്വാളിഫിക്കേഷൻ. പിന്നെ പറയാണ് 3 വർഷത്തെ, അല്ലെ, പറയുന്നുണ്ട് 3 വർഷത്തെ ബാങ്കിങ് സെക്ടറിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആൻഡ് ഹാവിംഗ് കോപ്പറേറ്റീവ് ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പറയുകയാണ് നാലാമത്തെ, ഇത് ഈ 3 അല്ലെങ്കിൽ പറയുകയാണ് BCom കോർപ്പറേഷൻ, അല്ലെ, BCom കോർപ്പറേഷന് പ്ലസ് 7 years എക്സ്പീരിയൻസ് ആസ് അക്കൗണ്ടന്റ് ഓർ അബോവ് ദാറ്റ് പോസ്റ്റിന് കോപ്പറേറ്റീവ് ബാങ്ക്. പറയുകയാണ് എന്താണ് BCom കോർപ്പറേഷനും 7 വർഷത്തെ എക്സ്പീരിയൻസ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ അതിൽ ഉയർന്ന പോസ്റ്റിലോ 7 വർഷത്തെ എക്സ്പീരിയൻസ് പ്ലസ് BCom കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ സാലറി സ്കെയിൽ 10,690 to 28,900 നിലവിലെ സാഹചര്യ പ്രകാരം. നമുക്ക് ഇതിനോടൊപ്പം തന്നെ എത്രയാണ് 91% DAയും 10% HRIയും കൂടെ കിട്ടും കേട്ടോ. അപ്പൊ ഏകദേശം ഒരു എത്രയാണ് 20 സംതിങ് വരും. 20 എത്ര പറയാം, 10, 21, ഒരു 22 രൂപ അടുത്തായിരിക്കും നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഗ്രോസ് ആണ് സ്റ്റാർട്ടിംഗ് ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. ഈ എമൗണ്ട് ആയിരിക്കും ഏകദേശം ഒരു 22 രൂപ ആ റേഞ്ചിലേക്ക് നമുക്ക് വരും എന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അതാണ് അവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറയുക. പിന്നെ ഇവിടെ യോഗ്യത പറയുന്നുണ്ട്, ഏജ് പറയുന്നുണ്ട്. ഏജിന്റെ യോഗ്യത 18 വയസ്സ് തികഞ്ഞിരിക്കണം. ഓക്കെ, 18 വയസ്സ് തികഞ്ഞിരിക്കണം, 40 വയസ്സ് കഴിയാനും പാടില്ല. അപ്പൊ 18 to 40 ആയിരിക്കും നമ്മുടെ അവിടുത്തെ ഏജിന്റെ യോഗ്യത പറയുന്നത്. പിന്നെ പറയുകയാണ് SC ST വിഭാഗത്തിലാണെങ്കിൽ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് അനുവദിക്കുന്നതാണ്. അതായത് SC ST വിഭാഗക്കാർക്ക് 45 വയസ്സ് വരെ പരീക്ഷ അപ്ലൈ ചെയ്യാം. ഓക്കെ, 45 വയസ്സ് വരെ അവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. ഇനിയും പറയുന്നത് മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്കും വിമുക്ത ഭടന്മാർക്കും പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും എത്രയാണ് 3 വർഷം. OBC ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മറ്റ് പിന്നോക്ക OBC, ഓക്കെ, അതിൽ വിമുക്ത ഭടന്മാർക്ക് പൊതുവിഭാഗത്തിലെ സാമ്പത്തിക പിന്നോക്കം നൽകിയ EWS, അപ്പൊ അവർക്കൊക്കെ എത്രയാണ് 43 വർഷത്തെ അവിടെ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടെന്ന് ഓർത്ത് വെച്ച് 3 വർഷത്തെ ഇളവ് കിട്ടുന്നുണ്ട്. പിന്നെ ഭിന്നശേഷിക്കാർക്ക് PHകാർക്ക് 40% അതിൽ കൂടുതലോ ഉള്ളവർക്ക് 10 വർഷം ഇളവ് ലഭിക്കും കേട്ടോ. 10 വർഷത്തെ ഇളവ് വരെ ലഭിക്കും. അതായത് അവർക്ക് 50 വയസ്സ് വരെ എഴുതാമെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ വിധവകൾക്കാണെങ്കിൽ 5 വർഷം 45 വയസ്സ് വരെ അവർക്കും എഴുതാമെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു ഏജിന്റെ കാര്യം പറയുന്നത്. അത് നമുക്ക് അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ പറയുന്നത് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ 1 മാർക്കിന്റെ 100 ചോദ്യം കേട്ടോ. എത്രയാണ് 1 മാർക്കിന്റെ 100 ചോദ്യങ്ങൾ ഉൾപ്പെട്ടുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ 100 ക്വസ്റ്റ്യൻ ആണ്, ഓരോന്നിനും എത്രയാണ് 1 മാർക്ക് വീതം, ടോട്ടൽ 100 മാർക്കിനാണ് പരീക്ഷ എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ബാങ്കിന്റെ ഇന്റർവ്യൂ കേട്ടോ, 20 മാർക്കിനാണ് ഇന്റർവ്യൂ അവിടെ നടത്തുന്നത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നത് ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഫീസിനൊപ്പം സർക്കാരിന്റെ GSTയും കൂടെ നൽകണം എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അത് ഓർത്ത് വെക്കുക. ഓക്കെ, അത്രയാണ് ഇവിടെ കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ ഇവിടെ എക്സാം നടത്തുന്നത് ഓൺലൈൻ എക്സാം ആണ് കേട്ടോ. ഓൺലൈൻ എക്സാം ആണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്രട്ടറി പോസ്റ്റിലേക്ക് പറയാനുള്ള. ഒറ്റ വേക്കൻസി ഉള്ളൂ. ഈ യോഗ്യത ഉള്ളവർ അയച്ചേക്കുക. എക്സാം പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. വേക്കൻസി ഉണ്ടെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വളരെ കുറവായിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അടുത്ത് നമുക്ക് നോക്കിയാലോ. അടുത്ത് വന്നിട്ടുള്ള ഇതിലേക്കാണോ അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ് കേട്ടോ. അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടിലേക്ക് ആ ഒരു പോസ്റ്റിലേക്കാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന് കാറ്റഗറി നമ്പർ 14/2025 ഓർത്ത് വെച്ചേക്കുക. സെക്രട്ടറി പരീക്ഷ പോലെ തന്നെ എങ്ങനെയാണ് നടത്തുക നിയമന രീതി? പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷ കേട്ടോ. പരീക്ഷാ ബോർഡ് നടത്തുന്ന
ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ എന്ത് വരിക, ഇവിടെ നമുക്ക് പരീക്ഷ വരിക. ഇവിടെ നിയമന രീതി. അപ്പോൾ ഓൺലൈൻ എക്സാം ഉണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് നമുക്ക് ഇന്റർവ്യൂ ഉണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ഇവിടുത്തെ യോഗ്യതകളെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് പറയുന്നില്ല കേട്ടോ, അതാണ് ഫസ്റ്റ്. നമുക്ക് സെക്രട്ടറി പോസ്റ്റിലേക്ക് നമുക്ക് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, പക്ഷെ ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എക്സ്പീരിയൻസ് പറയുന്നില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ എക്സ്പീരിയൻസ് പറയുന്നില്ല. ഇപ്പൊ ഇവിടുത്തെ യോഗ്യതകൾ നമുക്ക് നോക്കാം. ഇവിടെ യോഗ്യത പറയുന്നുണ്ട് എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് ഇപ്പൊ ഇവിടെ 50% മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാല ബിരുദവും, പിന്നെ പറയാണ് സഹകരണ ഹയർ ഡിപ്ലോമയും. ഓക്കെ, അതായത് എനി ഡിഗ്രി, ഇങ്ങനെ ഓർത്താൽ മതി, സിമ്പിൾ ആണ്. എനി നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഗ്രി ഉണ്ടോ, ഡിഗ്രിയോടൊപ്പം നിങ്ങൾക്ക് HDC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഡിഗ്രിക്ക് 50% മാർക്ക് വേണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ എല്ലാ വിഷയങ്ങൾക്കും ചേർന്ന് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാല ബിരുദം, ഇനി ഡിഗ്രി, പിന്നെ പറയുന്ന സഹകരണ ഹയർ ഡിപ്ലോമ, കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ ഒരു വർഷത്തെ റെഗുലർ കോഴ്സ്. ഓക്കെ, HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ വിജയകരമായി പൂർത്തിയാക്കിയ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് JDC. പിന്നെ ഇത്രയേ ഉള്ളൂ. എനി ഡിഗ്രി പ്ലസ് HDC ഓർ എനി ഡിഗ്രി പ്ലസ്, അതാ ഇത്രയേ ഉള്ളൂ. എനി ഡിഗ്രി പ്ലസ് HDC, നിങ്ങൾക്ക് ഏത് ഡിഗ്രി ആയിക്കോട്ടെ അതിന്റെ കൂടെ HDCയോ അല്ലെങ്കിൽ അതിന്റെ കൂടെ JDCയോ അല്ലെങ്കിൽ പറയുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് BSc ഓർ MSc കോർപ്പറേഷൻ ആൻഡ് മാനേജ്മെന്റ്. അപ്പൊ ഓർത്ത് വെച്ച് കേരള യൂണിവേഴ്സിറ്റിയിലെ വളരെ പ്രധാനപ്പെട്ടതാണ്, എന്താ പറയുക, കേരള കാർഷിക യൂണിവേഴ്സിറ്റി കേട്ടോ, കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് മേടിച്ചിട്ടുള്ള BSc ഓർ MSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണ ഐച്ഛികമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും 50% കുറയാതെ BCom ബിരുദം അല്ലെങ്കിൽ BCom കോർപ്പറേഷൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയും പറയാം, സിമ്പിൾ ആയിട്ട്. എനി ഡിഗ്രി പ്ലസ് HDC അല്ലെങ്കിൽ എനി ഡിഗ്രി പ്ലസ് JDC അല്ലെങ്കിൽ നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയുടെ എന്താ പറയാ കാർഷിക സർവകലാശാലയിൽ നിന്നും BSc ഓർ MSc. ഓക്കെ, BSc ഓർ MSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് അല്ലെ, BSc ഓർ MSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് അല്ലെങ്കിൽ BCom കോർപ്പറേഷൻ. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. ഇപ്പൊ എനി ഡിഗ്രി, നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഗ്രി ആയിക്കോട്ടെ, അതിനോടൊപ്പം JDC അല്ലെങ്കിൽ HDC ഉണ്ടെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ BCom കോർപ്പറേഷൻകാർക്ക് എഴുതാം, അല്ലെങ്കിൽ BSc ഓർ MSc കോർപ്പറേഷൻ ഓർ ബാങ്കിങ് ഉള്ളവർക്ക് എഴുതാം, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഓറല്ല കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് യോഗ്യത ഉള്ളവർക്ക് എഴുതാം. പിന്നെ പറയുമ്പോൾ നമ്മൾ BCom ഏതെങ്കിലും എന്താണ് ഫിനാൻസ് ആൻഡ് ടാക്സ് ഒക്കെ ആണ്, നല്ല കമ്പ്യൂട്ടർ ഒക്കെ ആണെങ്കിൽ അതിനോടൊപ്പം നമ്മൾ അഡീഷണൽ ആയിട്ട് 4 പേപ്പർ എഴുതി എടുത്താൽ അവർക്കും പറ്റും എന്ന് ഓർത്ത് വെച്ചേക്കുക. അതാണ് പറയുന്നത് കേരള സർവകലാശാല, എന്താ പറയുക, കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചും സഹകരണം ഐച്ഛികമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും 50% മാർക്കിൽ കുറയാതെ BCom ബിരുദവും പറ്റും എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. BCom കോർപ്പറേഷൻകാർക്ക് എഴുതാം, ഓർത്ത് വെച്ചേക്കുക. എനി ഡിഗ്രി പ്ലസ് HDC, എനി ഡിഗ്രി പ്ലസ് JDC അല്ലെങ്കിൽ BSc ഓർ MSc ഓർത്ത് വെച്ചേക്കുക അല്ലെ. ഏതിന്റെ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള BSc ഓർ MSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ച സഹകരണം ഐച്ഛികമായിട്ടുള്ളതും എല്ലാ വിഷയങ്ങൾക്കും 50% മാർക്കിൽ കുറയാത്ത BCom, അതായത് BCom കോർപ്പറേഷൻ ഉള്ളവർക്ക് എഴുതാമെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ സാലറി ഹൈ ലെവലിലാണ് ഇവിടെ നമുക്ക് സാലറി വരുന്നത്. അപ്പോൾ ഈ ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പരീക്ഷ എഴുതാമെന്ന് ഓർത്ത് വെച്ചേക്കുക. വളരെ പ്രധാനമാണ്. ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കരിയർ നമ്മുടെ മുൻപിൽ ലഭ്യമാണ്. ഓക്കെ, ഇത് ഈ ഒരു 25,910 ഈ ഒരു ബാങ്കിൽ, ഈ 25,910 സാലറി സ്കെയിലുള്ള ബാങ്കിലാണ് നിങ്ങൾ ജോലിക്ക് കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറഞ്ഞാൽ ഏകദേശം 52,000 രൂപയായിരിക്കും എന്ന് ഓർത്ത് വെച്ച് കേട്ടോ. ഏകദേശം 52,000 രൂപയ്ക്ക് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറി ഗ്രോസ് ആണ്. കട്ടിങ്സ് കാണും. ഗ്രോസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് 52,000 ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇത് കണ്ടോ, ഈ ഒരു ബാങ്ക് കൊറട്ടീവ് സർവീസ് സഹകരണ ബാങ്കിലെ ഒരു ബാങ്കിലാണെങ്കിൽ ഈ 29,500 സ്കെയില് വരുന്ന ബാങ്കിലാണ് നിങ്ങൾ ജോലിക്ക് കയറുന്നതെങ്കിൽ നിങ്ങളുടെ ശമ്പളം എന്ന് പറയുന്നത് 29,500 ബേസിക് ആയിട്ട് വരുന്ന ബാങ്കിലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ 59,000 രൂപയായിരിക്കും. 59,295 രൂപ നിങ്ങൾക്ക് അവിടെ കയറിയ സ്റ്റാർട്ടിംഗ് സാലറി കിട്ടും. നോക്കുക, ഈ യോഗ്യത ഉള്ളവർ പരീക്ഷയിലേക്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ക്രെഡിറ്റ് സഹകരണ സംഘം 19,890. ഈ ഒരു ബാങ്കിലാണ് നിങ്ങൾ ജോലിക്ക് കയറുന്നതെങ്കിൽ ഈ 19,890 സാലറി ഉള്ള ബാങ്കിലാണ് നിങ്ങൾ ജോലിക്ക് കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 39,979 ആയിരിക്കും. ഇനി 28,000 രൂപ സ്റ്റാർട്ടിംഗ് സാലറി ഉള്ള ബാങ്കിലാണെങ്കിൽ അല്ലെ, 28,000 രൂപ സ്റ്റാർട്ടിംഗ് സാലറി ഉള്ള ബാങ്കിലാണെങ്കിൽ
നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് 56,280 രൂപ കിട്ടും. ഓക്കെ, 56,280 രൂപ നിങ്ങൾക്ക് അവിടെ സ്റ്റാർട്ടിംഗ് സാലറി ഗ്രോസ് കിട്ടുകയാണ്. ഇത്രയും സാലറി പാക്കേജ് ഉണ്ട്. നമുക്കറിയാം ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ നേരെ പോകുന്നത് സെക്രട്ടറി പോസ്റ്റിലേക്ക് ആയിരിക്കും. ഓക്കെ, സെക്രട്ടറി പോസ്റ്റിലേക്കാണ് നെക്സ്റ്റ് നമ്മൾ കയറി പോകുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ കരിയർ നല്ലൊരു സാലറി സ്കെയിൽ നമുക്ക് സമൂഹത്തിൽ നല്ല ബഹുമാനമൊക്കെ കിട്ടുന്ന പോസ്റ്റിലേക്ക് സെക്രട്ടറി പോസ്റ്റിലേക്കൊക്കെയാണ് അടുത്ത് നമ്മൾ എത്തിപ്പെടുന്നത് ഉറപ്പ് വെച്ചിരിക്കുന്നത്. അപ്പം ഇതൊന്ന് മനസ്സിലാക്കി കേട്ടോ. ഇവിടെ കൂടുതൽ അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ് അത് ഏകദേശം സെയിം പൊസിഷൻ തന്നെയാണ് കേട്ടോ. അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ് ഒക്കെ ഏകദേശം സെയിം പൊസിഷൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇവിടെയും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ സെയിം കാര്യങ്ങൾ 18-40 വയസ്സായിരിക്കും ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്ന പ്രായം. പക്ഷെ അവിടെ നമുക്ക് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ റിലാക്സേഷൻ SC or ST ആണെങ്കിൽ 5 വർഷം, OBC ഒക്കെ ആണെങ്കിൽ എത്രയാണ് 3 വർഷം വരുന്നുണ്ട്. പിന്നെ ഇവിടെ വീണ്ടും പറയുന്നുണ്ട് അല്ലെ, സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക് അവർക്കെല്ലാം 3 വർഷമാണ്. പിന്നെ ഭിന്നശേഷിക്കാർക്ക് 40% അതിൽ കൂടുതലോ ഉള്ളവർക്ക് എന്നാൽ 10 വർഷത്തെ ഇളവുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കും. അപ്പോൾ അവർക്ക് 50 വയസ്സ് വരെ ഈ പരീക്ഷ എഴുതാം. പിന്നെ പറഞ്ഞത് വിധവകൾക്ക് 45 വയസ്സ് വരെ ഈ പരീക്ഷ എഴുതാമെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന കാര്യം സെയിം തന്നെയാണ്. 100 മാർക്കിന്റെ പരീക്ഷ അല്ലേ? 100 മാർക്കിന്റെ 100 ചോദ്യം, ഓരോ മാർക്കിന്റെ 100 ചോദ്യം ഇൻറ്റു 1 മാർക്ക് = 100 മാർക്കിന്റെ പരീക്ഷ. എടാ ശരിക്കൊന്ന് പഠിക്കുകയാണെങ്കിൽ ഈ പോർഷൻ നമുക്ക് ഇനി അടിച്ചെടുക്കാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ സിമ്പിൾ. ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയ്ക്ക് വളരെ സിമ്പിൾ ബേസിക് കാര്യങ്ങൾ മാത്രമേ ഇവർ ഇവിടെ ചോദിക്കുന്നുള്ളൂ. നമ്മളൊന്ന് ശരിക്കും പഠിക്കുകയാണെങ്കിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഇതെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമുക്കറിയാം സെയിം തന്നെ 100 മാർക്കിന്റെ പരീക്ഷ ഉണ്ടായിരിക്കും. പിന്നെ ബാങ്കിന്റെ ഇന്റർവ്യൂ കേട്ടോ. ബാങ്ക് ഇന്റർവ്യൂ 20 മാർക്കിനാണ്. അറ്റൻഡിങ് മാർക്കായിട്ട് 4 മാർക്ക് കിട്ടും. ബാക്കി 16 മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് അനുസൃതമായിട്ടാണ്. പിന്നെ ഇവിടെ ഓർത്ത് വെച്ചേക്കുക, ഒരു ബാങ്കിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 150 രൂപ. ഒറ്റ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 150 രൂപ. പിന്നെ വരുന്ന ഓരോ ബാങ്കിലേക്കും 50 രൂപ കണക്കിലാണ് വരിക. അപ്പോൾ അതായത് 2 ബാങ്കിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 200 രൂപ എന്ന് ഓർത്ത് വെച്ചേക്കുക. 3 ബാങ്കാണെങ്കിൽ 250. ഒരു ബാങ്കാണെങ്കിൽ ഒറ്റ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്തത് 150. പിന്നെ വരുന്നതിനൊക്കെ എത്ര വെച്ചാണ് വരിക? 50 രൂപ വെച്ചാണ് അവിടെ നമുക്ക് ഫീസ് വരിക എന്ന് ഓർത്ത് വെച്ചാൽ ഓരോ ബാങ്കിനും 50 രൂപ വീതം അധികമായി പരീക്ഷ ഫീസ് ഈടാക്കുന്നു. പിന്നെ ഓർത്ത് വെച്ച് GST നൽകേണ്ടി വരും കേട്ടോ. ഇവിടെ GST വരുന്നുണ്ട് എന്ന് ഓർത്ത് 18% GST നമ്മൾ പേ ചെയ്യണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 31/8/2025 പെട്ടെന്ന് തന്നെ എല്ലാവരും അപേക്ഷ അങ്ങ് സമർപ്പിച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്താണ് നമ്മൾ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നിട്ടുള്ള ജൂനിയർ ക്ലർക്ക്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പരീക്ഷ എഴുതുന്ന പോസ്റ്റ് ഏതെങ്കിലും ജൂനിയർ ക്ലർക്ക് പോസ്റ്റിലേക്കാണ്. നമുക്കറിയാം ബാങ്കിനെ നമ്മൾ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന ബാങ്കിലെ നമ്മൾ സൂപ്പർ ഗ്രേഡ് എന്ന് പറയും. ശമ്പളം കൂടുതലാണ് അവിടെ. സൂപ്പർ ഗ്രേഡ് ബാങ്കിന് ശമ്പളം 18,300 ബേസിക് സാലറി വരുന്നത്. ഇപ്പോൾ അവിടുത്തെ ഗ്രോസ് സാലറി എത്ര നോക്കിയിട്ട് 18,300 ബേസിക് ആണെങ്കിൽ അവിടുത്തെ ഗ്രോസ് സാലറി എത്രയാണെന്ന് അറിയാം എല്ലാവർക്കും? 36,783 രൂപ. നിങ്ങൾ ഈ ഒരു ബാങ്കുകളിലേക്ക് കയറുന്നെങ്കിൽ നിങ്ങൾക്ക് 36,783 നിങ്ങളുടെ ഗ്രോസ് സാലറി ആയിരിക്കും എന്ന് ഓർത്തു. ദാറ്റ് മീൻസ് ഇത് സൂപ്പർ ഗ്രേഡ് ആണ്. ഇപ്പൊ നമുക്കറിയാം ബാങ്കിലെ പലതായിട്ട് തരത്തിൽ സൂപ്പർ ഗ്രേഡ്, സ്പെഷ്യൽ ഗ്രേഡ്, പിന്നെ ക്ലാസ് 1, ക്ലാസ് 2, 3, 4, 5, 6 ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ കിടക്കുകയാണ്. പിന്നെ പ്രത്യേകം എന്ന് പറയാൻ ടോപ്പ് ലെവൽ ബാങ്കിൽ കൂടുതൽ ശമ്പളം കിട്ടും. ക്ലാസ് കുറയുന്നതിനനുസൃതമായിട്ട് സാലറിയിൽ ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടായിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഈ ജൂനിയർ ക്ലർക്കിന്റെ 3ലേക്കും ഓക്കെ നമ്മൾ 3 രീതിയിലാണ് ഇവിടെ പരീക്ഷ വന്നിട്ടുള്ളത്. ഒന്ന് സൂപ്പർ ഗ്രേഡ് ആണ്. അപ്പോൾ കാറ്റഗറി നമ്പർ 15/2025 അത് സൂപ്പർ ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ OMR പരീക്ഷയായിരിക്കും. നമ്മൾ സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി പരീക്ഷകൾ അത് ഓൺലൈൻ ആണെങ്കിൽ ഇവിടെ ഇത് OMR ആയിരിക്കും കേട്ടോ. OMR പരീക്ഷയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ബന്ധപ്പെട്ട ബാങ്കിൽ നടത്തുന്ന ഇന്റർവ്യൂ സെയിം തന്നെ 20 മാർക്കിന്, പരീക്ഷ 100 മാർക്കിന്. എക്സാം നമ്മൾ OMR പരീക്ഷ 100 മാർക്കിന്, ഇന്റർവ്യൂ 20 മാർക്കിന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇവിടെ സെയിം തന്നെ ഞാൻ കൂടുതൽ വീണ്ടും വിശദീകരിക്കുന്നു. ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. അത് ഒറ്റത്തവണ ചെയ്യാത്തവർ അത് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓൾറെഡി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയായവർക്ക് ആ പ്രൊഫൈലിൽ കയറിക്കൊണ്ട് ഇത് അപ്ലൈ ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇവിടെ യോഗ്യത എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ഇളവുകൾ കിട്ടുന്നുണ്ട്. വെറും 10ാം ക്ലാസ്സും JDC ഉണ്ടെങ്കിൽ നമുക്ക് ഈ പരീക്ഷ എഴുതാം. ഓക്കെ, വെറും 10ാം ക്ലാസ് JDC ഉണ്ടെങ്കിൽ നമുക്ക് ഈ പരീക്ഷ എഴുതാം. അതുകൊണ്ടാണ് പറയുന്നത് നോക്കിയ വിദ്യാഭ്യാസ യോഗ്യത പറയുന്നുണ്ട്. സഹകരണ നിയമത്തിന് വിധേയം, SSLC അഥവാ തത്തുല്യ യോഗ്യതയും, സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ്, ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ. അതായത് SSLC 10ാം ക്ലാസ് മതി. SSLC ഓർ ഇക്വലന്റ്
SSLCയോ അതിന് തത്തുല്യമോ അതിൻ്റെ കൂടെ എന്തും കൂടെ മതി JDC ഉണ്ടെങ്കിൽ അവിടെ മുതൽ നമ്മുടെ ബേസിക് യോഗ്യത തുടങ്ങണം. ആ ഒരു യോഗ്യത ഉണ്ടായാൽ മതി. 10ാം ക്ലാസ്സും JDC ഉള്ളവൻ ഈ പരീക്ഷ എഴുതാം. അതൊന്ന് ഓർത്ത് വെച്ച് കേൾക്കുക. അല്ലെങ്കിലോ അടിസ്ഥാന യോഗ്യത ഇതാണ്. 10ാം ക്ലാസ്സും JDCയും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എക്സാം എഴുതാമെന്ന് ഓർത്ത് വെക്കുക. പിന്നെ കാസർഗോഡ് ജില്ലക്കാർക്ക് വേറൊരു എക്സെപ്ഷൻ കിട്ടുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് GDC എന്ന് പറയും കേട്ടോ. അപ്പം അവർക്ക് അത് മതി എന്ന് പറയും. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എന്താ പറയുക, പ്രസ്തുത ജില്ലയിലെ ആ ജില്ലയിലെ സഹകരണ സംഘം ബാങ്കുകളിലെ നിയമനം, അതായത് കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ആ ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യാനാണ് ഈ GDC മതി എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നത് കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ തുല്യമായ അടിസ്ഥാന യോഗ്യതയായിരിക്കും. 10ാം ക്ലാസ് JDC ആയിരിക്കും അടിസ്ഥാന യോഗ്യത. പിന്നെ പറയാണ് കൂടാതെ സഹകരണം ഐച്ഛിക വിഷയമായി എടുത്ത് BCom ബിരുദം, അതായത് BCom കോർപ്പറേഷൻകാരന് ഈ പരീക്ഷ എഴുതാം അല്ലെ. BCom കോർപ്പറേഷൻകാരന് പരീക്ഷ എഴുതാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ HDC ബിരുദം ഉള്ളവന്, അതായത് എനി ഡിഗ്രി, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സംഭവങ്ങൾ തന്നെ, എനി ഡിഗ്രി പ്ലസ് HDC അല്ലെങ്കിൽ എനി ഡിഗ്രി പ്ലസ് JDC. ഓൾറെഡി 10 JDC മതി എന്ന് പറഞ്ഞല്ലോ അല്ലെ. എനി ഡിഗ്രി പ്ലസ് HDC ഓർ എനി ഡിഗ്രി പ്ലസ് JDC അല്ലെങ്കിൽ +2 പ്ലസ് JDC. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറയുന്നുണ്ട് എന്താണ്, ഒരു അംഗീകൃത സർവകലാശാല എന്നുള്ള ബിരുദം സഹകരണ ഹയർ ഡിപ്ലോമയും. ഇപ്പം ഡിഗ്രി പ്ലസ് HDCയുടെ കാര്യം നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു. അല്ലെങ്കിൽ HDC ആൻഡ് BM, അതും സെയിം കോഴ്സാണ്. ഇപ്പം അല്ല HDC ആൻഡ് BM ആണ്. അപ്പോൾ ഡിഗ്രി പ്ലസ് HDC ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. അല്ലെങ്കിൽ പറയുന്നുണ്ട്, ഇവിടെ വീണ്ടും പറയുന്നുണ്ട് HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ ഒരു വർഷത്തെ റെഗുലർ കോഴ്സ് HDC അല്ലെങ്കിൽ HDCക്ക് അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്, കേരള കാർഷിക സർവകലാശാലയുടെ അല്ലേ, കേരള യൂണിവേഴ്സിറ്റിയുടെ എന്താ പറയുക BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഉള്ളവർക്കും ഇവിടെ എഴുതാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. 10ാം ക്ലാസ്സും +2 10 പ്ലസ് JDC അല്ലെങ്കിൽ +2 പ്ലസ് JDC അല്ലെങ്കിൽ എനി ഡിഗ്രി പ്ലസ് JDC ഓർ HDC. ഓക്കെ, എനി ഡിഗ്രി പ്ലസ് JDC ഓർ HDC അല്ലെങ്കിൽ BCom കോർപ്പറേഷൻ. അല്ലെങ്കിൽ പറയുന്നുണ്ട് നമ്മളിവിടെ കേരള കാർഷിക സർവകലാശാലയുടെ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്. അതുള്ളവർക്ക് ഈ പരീക്ഷ എഴുതാമെന്ന് ഓർത്ത് വെച്ചേക്കുക. സെയിം തന്നെയാണ്. അപ്പോൾ ഈ നമ്മുടെ സൂപ്പർ ഗ്രേഡ് ബാങ്കിലേക്ക് നോക്കുമ്പോൾ ഇവിടെ സാലറി സ്കെയിൽ കൂടുതലാണ്. അപ്പം നമുക്ക് ഏകദേശം 20ഓളം ബാങ്കുകളിലാണ് കേട്ടോ, ഏകദേശം 20ഓളം ബാങ്കുകളിലേക്കാണ് ഈ ഒരു എക്സാം വിളിച്ചിട്ടുള്ളതെന്ന് ഓർത്ത് വെച്ചേക്കുക. എൻ്റെ സാലറി സ്കെയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതാണ് പ്രത്യേകത. അപ്പം ഇതിന് 3 പരീക്ഷയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പണ്ട് ക്ലർക്ക് എന്ന് പറയുന്ന ഒറ്റ പരീക്ഷയാണെങ്കിൽ ഇനിയും ഒറ്റ പരീക്ഷയല്ല, ഓരോന്നിനും ഓരോ പരീക്ഷ. ഇപ്പൊ സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലേക്കുള്ള ക്ലർക്കിന് ഒരു പരീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വീണ്ടും പറയുന്നു ഏതാണ്, സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കിലേക്ക്. സ്പെഷ്യൽ ഗ്രേഡ് വരുമ്പോഴും സെയിം തന്നെ, യോഗ്യതകൾക്ക് ഒരു മാറ്റവും വരുന്നില്ല, സെയിം യോഗ്യത തന്നെ. ഇവിടെ പറഞ്ഞ അതേ യോഗ്യത തന്നെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, എന്താണ് അപേക്ഷാ ഫീസും സെയിം തന്നെ. ഒരു ബാങ്കിലേക്ക് 150, ഒരു ബാങ്കിലേക്ക് 150 പ്ലസ് ഓരോ ബാങ്കിലേക്കും 50 വെച്ച് അടയ്ക്കണം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇതുമായി. അതായത് വീണ്ടും അടുത്ത നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് ഇതിനെ കാണുന്നത്, മറ്റൊരു പരീക്ഷയായിട്ട് തന്നെ എന്നെ കാണാമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഒറ്റ പരീക്ഷയല്ല, 3 പരീക്ഷയാണ്. ഈ ജൂനിയർക്ക് സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കുകളിലേക്കാണെങ്കിൽ അവിടെ സാലറി സ്കെയിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കിലേക്ക് വരുമ്പോൾ 17,360 ആയിരിക്കും സ്റ്റാർട്ടിങ് വരിക, 17,360. അപ്പോൾ അവിടെ കിട്ടുന്ന സാലറി, ഈ 17,360 കിട്ടുന്ന സാലറി 36,894 ഇവിടെ കിട്ടുന്ന ശമ്പളം എന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ ഇനി 16,890 ക്ലാസ് 1 ആണ് കേട്ടോ. 16,890 നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് എത്രയാണ്? 16,890 ബാങ്കിലേക്ക് നമുക്ക് കിട്ടുന്ന ശമ്പളം ഓർത്ത് വെച്ചേക്കുക. എത്രയാണ് ഇവിടെ കിട്ടുന്ന ശമ്പളം? 33,950 ഇവിടെ 34,894. ഇതാണ് അവിടുത്തെ ഏകദേശം വലിയ വ്യത്യാസമില്ലാത്ത സാലറി സ്കെയിലാണ് ഈ ബാങ്കുകൾ വരുന്നത്. ഇതിന്റെ പരീക്ഷ എപ്പോഴും ഓർത്ത് വെക്കുക, OMR പരീക്ഷയാണ്. 100 മാർക്കിന്റെ OMR അല്ലെ, 100 ചോദ്യം × 1 മാർക്ക് വെച്ച് 100 മാർക്കിന്റെ OMR പരീക്ഷയാണ്. പ്ലസ് പ്രസ്തുത ബാങ്ക് അല്ലെങ്കിൽ സംഘം നടത്തുന്ന 20 മാർക്കിന്റെ ഇന്റർവ്യൂ, 4 മാർക്ക് നമ്മുടെ അറ്റൻഡിങ് മാർക്കായിട്ട് കിട്ടും. ബാക്കി 16 മാർക്ക് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ബാങ്കുകളുണ്ട്. ഏകദേശം 58 ബാങ്കുകളിലേക്കാണ്, ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. 58 ബാങ്കുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. വേക്കൻസിയുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇതുകൊണ്ട് കാസർഗോഡ് കോപ്പറേറ്റീവ് ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിലേക്കൊക്കെ 5 വേക്കൻസിയാണ്. ഓക്കെ, അപ്പോൾ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഇവിടെയും വേണ്ടത് എന്ന് ഓർത്ത് വെച്ചേക്കാം. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് അതിൽ കൂടെ അപ്ലൈ ചെയ്യണം.
ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകളുടെ ശമ്പളം കുറവായിരിക്കും കേട്ടോ. ശമ്പളം കുറവാണ്, ബാക്കിയുള്ളതിനെ അനുസൃതമായിട്ട് ശമ്പളം കുറവാണ്. ഇപ്പം നോക്കാം, നെയ്യാറ്റിൻകര ബാങ്ക് ആണെങ്കിൽ അത് 16,420 അവിടുത്തെ ബേസിക് സാലറി എങ്കിൽ നമുക്ക് അവിടെ ലഭിക്കുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചേക്ക്, അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ഗ്രോസ് സാലറി 33,000 രൂപ ആയിരിക്കും കേട്ടോ. 33,000 രൂപയായിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി 8,300 വരുന്ന ബാങ്കിലാണെങ്കിൽ 8,300 വരുന്ന ബാങ്കിലാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് 16,683 16,683. പിന്നെ പി കാർഡിനെ കണക്കാക്കേണ്ട, പി കാർഡിന് നല്ല സാലറി വരുന്നുണ്ട്. പി കാർഡ് അപ്പം ഗ്രേഡ് കുറവാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പി കാർഡ് ഈ 19,450 ബാങ്കിലാണ് നിങ്ങൾ ജോലിക്ക് കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 39. പി കാർഡ് നമുക്ക് വ്യത്യാസമുണ്ട്, സർവീസ് സഹകരണ ബാങ്കുമായിട്ട് ആ പി കാർഡിന് വ്യത്യാസമുണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. പി കാർഡിന് സർവീസ് സഹകരണ ബാങ്കുമായിട്ട് പ്രത്യേകതയുണ്ട്. ക്ലാസ് നോക്കുമ്പോൾ സെക്കൻഡ് ക്ലാസ്സിലേക്കാണ് പോകുന്നത്, ക്ലാസ് 2ലാണ് വരിക എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം ഇതാണ് ഇവിടെ വരുന്ന ഒരു ബാങ്കുകൾ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇവിടെ അത്യാവശ്യം എത്ര ബാങ്കിലേക്ക് 18 ബാങ്കുകളിലേക്കുണ്ട് എന്ത് ചെയ്തിട്ടുള്ളത്, അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പം ഇതും നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ അപേക്ഷ അയക്കണം. സെയിം യോഗ്യതകൾ തന്നെ 18-40 യോഗ്യതകൾ ഏജ് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് 18-40. പിന്നെ ഇവിടെ റിലാക്സേഷൻ വരുന്നുണ്ട്. ഒരു ബാങ്കിലേക്ക് 150 പ്ലസ് ഓരോ ബാങ്കിലേക്കും 50 രൂപ വീതമാണ്, പ്ലസ് GST ഉണ്ടെന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് കേട്ടോ. ഇത്രയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്സുകൾ കാണാം അല്ലേ, നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് ചില ഡൗട്ട്സുകളൊക്കെ നമുക്ക് കാണാം. ഇപ്പം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വെബിനാർ നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉടനെ തന്നെ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ താഴെ ഗൂഗിൾ ഫോംസ് നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വെബിനാറിൽ നമുക്ക് ലൈവ് വെബിനാറിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ നമുക്ക് ആ ഒരു വെബിനാറിൽ കൂടെ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ I+ ഇതുമായി ബന്ധപ്പെട്ട കോഴ്സസ് നടത്തുന്നുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക, റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡഡ് ക്ലാസ്സസ്, നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ക്ലാസ്സുകൾ ആപ്പ് ത്രൂ ആണ് ക്ലാസ്. അപ്പം നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ക്ലാസ്സസ് നമ്മുടെ ആപ്പിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ, ഈ റെക്കോർഡറുമായി ബന്ധപ്പെട്ട ലൈവ് ക്ലാസ്സുകൾസ്, ക്വസ്റ്റ്യൻ ഡിസ്കഷന്, പിന്നെ മോഡൽ എക്സാംസുകൾ എഴുതി നമുക്ക് നോക്കാനുള്ള അവസരങ്ങളൊക്കെ ഇതിലുണ്ടെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഉടനെ തന്നെ നല്ല രീതിയിൽ വിജയിക്കണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, അടുത്ത ദിവസം നടക്കുന്ന വെബിനാറിലേക്ക് നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ അവിടെ ക്ലിയർ ചെയ്യുക. പിന്നെ എക്സാമിന് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, ഏത് ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നൊക്കെ ഞാൻ ആ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ടീം I+നോടൊപ്പം ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.